ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു വീഡിയോ എന്നുള്ളത്. പോഡ്കാസ്റ്റുകൾ, അതെ പോഡ്കാസ്റ്റുകൾ നമ്മുടെ കേരളക്കരയ്ക്ക് അധികം പരിചിതമല്ലാത്ത ഒരു സമയത്ത് കേരളക്കരയെ പോഡ്കാസ്റ്റിൽ പിടിച്ചിരുത്തിയ ഒരു ടീമുണ്ട്. കാർത്തിക് സൂര്യ ആൻഡ് ടീം ഇന്റർലെക്സ് പോഡ്കാസ്റ്റ്. അവരുടെ ഈ ഒരു പോഡ്കാസ്റ്റിന് വൻ പ്രചാരമുള്ളതാണ്. സ്പോട്ടിഫൈയിലായാലും യൂട്യൂബിലായാലും. അതായത് പോഡ്കാസ്റ്റുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും പോഡ്കാസ്റ്റിന് ചിന്തിക്കുന്ന സമയത്ത് അതൊരു മ്യൂസിക് ജേണി പോലെയാണ്. അല്ലെങ്കിൽ മ്യൂസിക് ജേണി എന്ന് പറയാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ വിഷ്വലിനെക്കാട്ടും കൂടുതൽ സൗണ്ടിനും അവർ പറയുന്ന സംസാരത്തിനും നമ്മൾ പ്രാധാന്യം കൊടുക്കുന്ന ഒരു സംഭവമാണ് ഈ ഒരു പോഡ്കാസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പം യൂട്യൂബ് മ്യൂസിക്കിലൊക്കെ ആണെങ്കിലും പോഡ്കാസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. യൂട്യൂബ് തന്നെ ഇപ്പോൾ പോഡ്കാസ്റ്റിന് വളരെ വളരെ ഒരു വൈഡ് മാർക്കറ്റും കാര്യങ്ങളൊക്കെ അവർ എലാബറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പോഡ്കാസ്റ്റിന്റെ പേരിൽ ഇപ്പം നമുക്ക് അപ്ലോഡ് ചെയ്യുമ്പോൾ പോഡ്കാസ്റ്റ് ആയിട്ട് തന്നെ അപ്ലോഡ് ചെയ്യാം. യൂട്യൂബ് മ്യൂസിക്കിൽ പോഡ്കാസ്റ്റിന് വേണ്ടി ഒരു പ്രത്യേക സെഗ്മെന്റ് ഉണ്ട്. സ്പോട്ടിഫൈയിലാണെങ്കിൽ ഒരു പോഡ്കാസ്റ്റിന് പ്രത്യേക സെഗ്മെന്റ് ഉണ്ട്. ഇപ്പോൾ സ്പോട്ടിഫൈയിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും അത്യാവശ്യം നല്ല ഫാൻ ബേസ് ഉള്ള ഒരു പോഡ്കാസ്റ്റ് തന്നെയാണ് ഇന്റർലെക്സ് പോഡ്കാസ്റ്റ് എന്ന് പറയുന്നത്. മലയാളത്തിൽ നിന്നുള്ള ഒരു പോഡ്കാസ്റ്റ് എന്ന് പറയുന്നത്. യൂട്യൂബിൽ ഏകദേശം 3,86,000 ഫോളോവേഴ്സ് ഉള്ള ഒരു പോഡ്കാസ്റ്റും കൂടിയാണ്. അത്യാവശ്യം നല്ല വ്യൂവർഷിപ്പ് ഉണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ എൻഗേജ്മെന്റ്, അതായത് പ്രേക്ഷകർ ഇതിൻ്റെ അടിയിൽ കമന്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രീതിയിൽ എൻഗേജ്മെന്റുകളും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു പോഡ്കാസ്റ്റിംഗ് സെഗ്മെന്റ് ആണ് ഈ ഒരു ഇന്റർലെക്സ് പോഡ്കാസ്റ്റ് എന്ന് പറയുന്നത്. വളരെ സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു പോഡ്കാസ്റ്റ് അവർ സ്റ്റെപ്പ് ഡൗൺ ചെയ്തു എന്നുള്ളൊരു വാർത്തയാണ്. സത്യം പറഞ്ഞാൽ ഇത് കണ്ടപ്പോൾ ഞാനും വണ്ടർ അടിച്ചു പോയി. എന്താണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു സംഭവം എന്ന് പറയാൻ, എന്താണ് ഇങ്ങനെ സംഭവിച്ചതെന്നുള്ള കാര്യങ്ങളൊക്കെ. ഇൻസ്റ്റഗ്രാമിൽ ഇവരെ ഫോളോ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒരു സ്റ്റോറിയിലാണ് ഈ ഒരു സംഭവം ആദ്യം കാണാനിടയുണ്ടായിരുന്നത്. അപ്പം ലാസ്റ്റ് ഇതിന്റെ ഒരു ദുബായ് അഴിഞ്ഞാട്ടം പോഡ്കാസ്റ്റ് ആണ് ലാസ്റ്റ് ആയിട്ട് ടെലികാസ്റ്റ് ആയത്. അത് ഏകദേശം 1,00,000 വ്യൂസ് യൂട്യൂബിലുണ്ട് ഈ ഒരു സംഭവത്തിന്. സോ എന്തായാലും ഇവര് ഹോസ്റ്റ് ആയിട്ട് വരുന്നത് അഖിൽദാസ്, അതുപോലെ തന്നെ വിനു ശ്രീകാന്ത്, പിന്നെ ഇതിന്റെ പിന്നാമ്പുറ കാഴ്ചയിൽ ഉല്ലാസ്, പിന്നെ കാർത്തിക് സൂര്യ, ഇവരൊക്കെയാണ്. ഇവരൊരു ഗ്യാങ് ആണ്. ഇവരൊരു വലിയൊരു ഗ്യാങ് ആണ് ഈ ഒരു പോഡ്കാസ്റ്റിന്റെ മെയിൻ നെടുന്തൂണ് എന്നൊക്കെ പറയുന്നത്. അത്യാവശ്യം 19 ലക്ഷം വ്യൂസ് ഒക്കെ കിട്ടിയ ഡോക്ടർ റോബിന്റെ പോഡ്കാസ്റ്റ് അടക്കം ഇതിനകത്ത് ഉണ്ട്. ആ ഒരു പോഡ്കാസ്റ്റിന്റെ സമയത്ത് മീൻസ് അത് കുറച്ചും കൂടി കോൺട്രവേഴ്ഷ്യൽ രീതിയിലേക്ക് പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിനെ വിളിച്ചിരുത്തി സംസാരിച്ച സമയത്ത് നല്ലത് പറയും, പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം മോശം പറയുകയും ചെയ്തു എന്നുള്ള രീതിയിലൊക്കെ ഒരു സംഭവമൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. സോ എന്തായാലും അത്യാവശ്യം നല്ല എൻഗേജ്മെന്റുകളും കാര്യങ്ങളൊക്കെയുള്ള ഈ ഒരു പോഡ്കാസ്റ്റ് നിർത്തുക എന്ന് പറയുന്നത് ശരിക്കും നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം കുറച്ച് സങ്കടം തരുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇപ്പം അതായത് കറണ്ട് ആയിട്ടുള്ള കാര്യങ്ങൾ അവരെ കൊണ്ടിരുത്തി അവരോട് സംസാരിച്ച് ആ ഒരു രീതിയിൽ പോകുന്ന ഒരു അത്യാവശ്യം നല്ല ലെങ്ത്തുള്ള 2 മണിക്കൂറും 1 മണിക്കൂറും 1.5 മണിക്കൂറും ഒക്കെ ലെങ്ത്തുള്ള വീഡിയോസ് വരുന്ന ഒരു സംഭവം അത്രയും പ്രേക്ഷകമെന്നുള്ള അവർ നിർത്തുക എന്ന് പറയുമ്പോൾ ശരിക്കും എന്തായാലും ആ പരിപാടി ഫോളോ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം നല്ല വിഷമമുള്ള ഒരു സംഭവം തന്നെയാണ്. സോ അവരൊക്കെ ഓരോരുത്തർ ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറി ആയിട്ടാണ് ഈ ഒരു സംഭവം മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഞാൻ ആദ്യം കണ്ടത് എനിക്ക് തോന്നുന്നു ശ്രീകാന്തിന്റെ അവരുടെ ആണെന്ന് തോന്നുന്നു ഫസ്റ്റ് കണ്ടത്, അല്ല വിനുവിന്റെ ആണെന്ന് തോന്നുന്നു ഫസ്റ്റ് കണ്ട ഒരു സ്ക്രീൻഷോട്ട്. ആ സ്ക്രീൻഷോട്ട് ഞാൻ ഇവിടെ വെക്കാം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു, എന്നിട്ട് ഒരു ചിരിക്കുന്ന സ്മൈലി ഇട്ടിട്ടുണ്ടായിരുന്നു. It is sad to end like this, but this might be right thing for the betterment of everyone. Many have asked about when you are going to return, and I replied, we will be back. Sorry all, you deserve better. എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു പോസ്റ്റ് ഇട്ടുള്ളത്. To the beloved audience, I just wanted to express my sincere gratitude for everything you have given, love, hate, wishes, criticisms, and whatever there is. Hope some way we could all connect each other. As for now, ഞാൻ നിങ്ങളുടെ സ്വന്തം ഹോസ്റ്റ് വിനു ആൻഡ് ഐ ആം സൈനിങ് ഓഫ് എന്ന് പറഞ്ഞിട്ടാണ് വിനു ഈ ഒരു പോസ്റ്റ് ഷെയർ ചെയ്തിരിക്കുന്നത്. ഈ ഒരു പോസ്റ്റ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇവര് അത്രത്തോളം അത് സ്റ്റോപ്പ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹത്തോടെ സ്റ്റോപ്പ് ചെയ്ത പോലെ ഒന്നും എനിക്ക് ഒരു പോസ്റ്റ് കണ്ടിട്ട് തോന്നിയില്ല. ശ്രീകാന്ത് പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, hi all, with a mix of emotions and heavy head, I want to share that it's finally time for me to step down from the Intellects podcast. I am sorry it has to end like this എന്ന് പറഞ്ഞിട്ട് അവർ പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു. Despite the less than ideal ending, it's been an incredible journey and a period of significant personal transformation for me. The podcast helped me to learn and unlearn, and it's all thanks to the love and support each one of you has shown. Your love and support mean the world to us. Even though I won't be hosting anymore, this is not a permanent goodbye. If your path cross, please do not hesitate to say hello. Thank you for being an integral part of this remarkable adventure. Thanks again. ഞാൻ നിങ്ങളുടെ സ്വന്തം ഹോസ്റ്റ് ശ്രീകാന്ത്. ഇവരെല്ലാവരും ആ ഒരു പോസ്റ്റ് അവസാനിപ്പിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്.
പിന്നെ അഖിൽദാസ് ദാസൻ അവരും പറഞ്ഞിരിക്കുന്നത് ഹൈ ഓൾ ആസ് ഐ സ്റ്റെപ്പ് ഡൗൺ ഫ്രം ദ മൈക്ക് ആസ് എ ഹോസ്റ്റ് ഓഫ് ഇന്റർലെക്ട് പോഡ്കാസ്റ്റ് ഫോർ ദ ലാസ്റ്റ് ടൈം I wanted to say a huge thank you to all of you from the bottom of my heart. I have truly evolved as a person by learning and changing along with all of you. With that, ഞാൻ നിങ്ങളുടെ സ്വന്തം ഹോസ്റ്റ് അഖിൽദാസ് ആൻഡ് ഐ ആം സൈനിങ് ഓഫ് എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. സോ എന്തായാലും എല്ലാവരുടെയും മൈൻഡിൽ എന്തോ ഒരു സങ്കടം, മീൻസ് ഒരു പോഡ്കാസ്റ്റ് എൻഡ് ചെയ്യുന്നത് ഇങ്ങനെ ഒരു പോസ്റ്റിലൂടെ മാത്രമായതിൽ എനിക്കും സങ്കടമുണ്ട്. ബിക്കോസ് ഇത്രയും നാൾ ഇവർ എഫേർട്ട് ഇട്ട ഒരു സംഭവം ഇവർ നിർത്തുകയാണെങ്കിൽ പോലും അത് ആ ഒരു പോഡ്കാസ്റ്റിൽ വന്ന് പറഞ്ഞു നിർത്തുന്ന മീൻസ് അതൊരു ഇമോഷണൽ കൂടി ആയതുകൊണ്ടായിരിക്കാം അത് പോയത് എന്ന് എനിക്ക് തോന്നുന്നു. ഇനിയിപ്പം ഉല്ലാസ് നോക്കുകയാണെങ്കിൽ, ഉല്ലാസാണ് ഇതിന്റെ ക്യാമറയും അതുപോലെ തന്നെ ബാക്കി ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നത്. ഹലോ എവരിവൺ, ഇറ്റ്സ് ഫൈനലി ടൈം ഫോർ മീ ടു സ്റ്റെപ്പ് ഡൗൺ ഫ്രം ഇന്റർലെക്ട് പോഡ്കാസ്റ്റ്. ഐ എക്സ്പ്രസ് മൈ gratitude to you and my lovely hosts for giving me 3 unforgettable years. Thank you for your love and support. With that, ഞാൻ നിങ്ങളുടെ സ്വന്തം ബാക്ക് ബോൺ ഉല്ലാസ്, ഐ ആം സൈനിങ് ഓഫ് എന്ന് പറഞ്ഞിട്ടാണ് ഇവരെല്ലാം ഈ ഒരു പോസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്തിരിക്കുന്നത്. കാർത്തിക് സൂര്യയുടെ ഭാഗത്തു നിന്നുള്ള ഒരു പോസ്റ്റും കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ല. സോ എന്താണ് സംഭവിച്ചതെന്നൊന്നും നമുക്ക് അറിയണ്ട, അതിന്റെ ഉള്ളിലേക്ക് നമ്മൾ ചെകഞ്ഞ് പോകേണ്ട ആവശ്യങ്ങളുമില്ല. പക്ഷെ എന്നാലും ഇത്രയും, അതായത് നമ്മൾക്കിടയിൽ നമ്മളിങ്ങനെ ചർച്ച ചെയ്ത് പോകുന്ന ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെട്ട ഒരു സംഭവം ആയതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അതായത് ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ക്രിറ്റിസിസംസ്, ഇപ്പം അവർ പറയുന്ന കാര്യങ്ങൾ നമുക്ക് ഇഷ്ടപ്പെടാണ്ട് വരുമ്പോൾ നമ്മൾ അതിനെ പറ്റി പറയുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടുള്ള, അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിയിൽ ഒരു ഭയങ്കര ഗ്രൂപ്പായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സംസാരിച്ച് കുറെ കാര്യങ്ങളൊക്കെ പോകുന്ന ഒരു സെഗ്മെന്റ് ആണ്. ഒരുപാട് പേര് ഇപ്പം ഇന്റർലെക്സ് പോഡ്കാസ്റ്റിന്റെ അവരുടെ വീഡിയോയുടെ അടിയിൽ വന്ന, അതായത് ലാസ്റ്റ് വന്ന വീഡിയോയുടെ അടിയിൽ വന്ന കമന്റ്, ഇവർ ഈ ഒരു സംഭവം നിർത്തിയെന്ന് അറിഞ്ഞതിന് ശേഷം വന്ന കമന്റുകൾ നോക്കുകയാണെങ്കിൽ, മിസ് യു ഗൈസ്, വൈ പ്ലീസ് ഡോണ്ട് സ്റ്റോപ്പ് എന്ന് പറയുന്നുണ്ടായിരുന്നു. ഈസ് ദിസ് കം ടു ആൻ എൻഡ് എന്ന് പറയുന്നുണ്ടായിരുന്നു. പ്ലീസ് ഡോണ്ട് സ്റ്റോപ്പ് എന്ന് പറയുന്നുണ്ടായിരുന്നു. കമോൺ ഗൈസ്, ഇറ്റ് വാസ് ഓൺലി ടൈം, ഐ ഡോണ്ട് ഫീൽ ലോൺലി, പ്ലീസ് ഡു നോട്ട് സ്റ്റോപ്പ് എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ വന്നിട്ടുള്ളത്, എവറി ടൈം ഐ ടേൺ ടു ഇൻ ടു യുവർ പോഡ്കാസ്റ്റ് ഐ ഫെൽറ്റ് ലൈക്ക് ഐ വാസ് ജോയിനിങ് എ കോൺവെർസേഷൻ വിത്ത് മൈ ഓൺ ഫ്രണ്ട്സ്. Your discussion has been a constant source of comfort during both high and lows. While some episodes were better than others, what truly mattered was the connection formed through your conversation. I have faithfully followed every episode. അതായത് എല്ലാവരും ഇമോഷണലി ഒക്കെ കണക്ട് ആയിട്ടുള്ള ഒരു പോഡ്കാസ്റ്റ് ആണെന്ന് നമുക്ക് ഇതിലെ കമന്റ് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. അതായത് ഇവര് ഇങ്ങനൊരു സംഭവം സ്റ്റോപ്പ് ചെയ്യുമെന്ന് പറയുമ്പം ആൾക്കാർ പറയുന്നത് നിങ്ങൾ നിർത്തിയത് നന്നായി എന്നല്ല അവർ പറയുന്നത്. നിങ്ങൾ പോകരുത്, നിങ്ങളുടെ പോഡ്കാസ്റ്റ് എനിക്ക് അത്രത്തോളം റിലീഫ് തരുന്നൊരു സംഭവമാണ് എന്നുള്ള രീതിയിലാണ് ഒരുപാട് മെസ്സേജുകളും കാര്യങ്ങളൊക്കെ വരുന്നത്. അതായത് ഒരുപാട് പേർക്ക് അതായത് റിലാക്സേഷനും അങ്ങനെ ഒരുപാട് ചിന്തകളും കാര്യങ്ങളും ഒക്കെ നൽകുന്നത്, അല്ലെങ്കിൽ 4 കൂട്ടുകാരിരുന്ന് സംസാരിക്കുന്ന സമയത്ത് നമ്മളും ആ ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ആ ഒരു കൂട്ടുകെട്ടിൽ ഇരുന്ന് സംസാരിക്കുന്ന പോലുള്ള ഒരു സംഭവമൊക്കെ ആയിട്ടാണ് ഈ ഒരു ഇന്റർലെക്ട് പോഡ്കാസ്റ്റിനെ പലരും നെഞ്ചേറ്റിട്ടുള്ളത്. അപ്പം ഇവർ നിർത്തരുത് എന്ന് തന്നെയാണ് ഈ ഒരു വീഡിയോയുടെ എൻഡിങ് ആകുമ്പോൾ നമുക്കത് പറയാനല്ലേ പറ്റുള്ളൂ. ഇവർ നിർത്തരുത്, ഇനിയും നല്ല പോഡ്കാസ്റ്റുകളായിട്ട് ഇവർ വരണമെന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അൾട്ടിമേറ്റ്ലി അവരുടെ തീരുമാനങ്ങളാണ്. ഒരുപാട് കാര്യങ്ങളുണ്ടാവാം, അവരുടെ പേഴ്സണൽ കാര്യങ്ങൾക്ക് അവർക്ക് സമയം ചെലവഴിക്കേണ്ട പ്രശ്നങ്ങൾ വന്നേക്കാം. സോ അതുകൊണ്ട് നിർത്താം. അങ്ങനെ ഒരുപാട് മീൻസ് ഇവരൊക്കെ പിന്നെ അടിപൊളി കൂട്ടുകാരും കൂടി ആയതുകൊണ്ട് ആ ഒരു വൈബ് ക്രിയേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് പലർക്കും ആൾക്കാർക്ക് ഇവരിലോട്ടുള്ള ഒരു ഇൻവോൾവ്മെന്റ് കൂടുന്നത്. നമ്മൾ അവരിൽ ഒരാളാണെന്ന് തോന്നുന്നതിന്റെ ഏറ്റവും വലിയൊരു കാരണം എന്ന് വെച്ചാൽ ഇവർക്കുള്ളിലുള്ള ആ ഒരു വൈബിൽ നമ്മൾ ആ ഒരു കൂട്ടുകെട്ടിലേക്ക് ചേറി ചെല്ലും, അല്ലെങ്കിൽ എത്തിപ്പെട്ടു, അല്ലെങ്കിൽ നമ്മളെ കൂട്ടുകാരൊക്കെ ഇങ്ങനെ നിന്ന് സംസാരിക്കാൻ നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു വൈബിലേക്ക് എത്തുന്നതുകൊണ്ടാണ് ഈ ഒരു 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ ലെങ്ത്, അതായത് ഒരു സിനിമയോളം ലെങ്ത് ഉള്ള വീഡിയോസ് പോഡ്കാസ്റ്റുകൾ വരുമ്പോഴും അത് മൊത്തം ആൾക്കാർ കേൾക്കുന്നതിന്റെ ഏറ്റവും വലിയൊരു റീസൺ എന്ന് പറയുന്നത്. സോ എന്തായാലും ഓരോരുത്തർ കമന്റിൽ ഐ ബെഗ് യു ഗൈസ് പ്ലീസ് ഡോണ്ട് സ്റ്റോപ്പ് ദിസ് എപ്പിക് പോഡ്കാസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. സോ അത്രത്തോളം ആൾക്കാർ ഇവോൾവ് ചെയ്ത അല്ലെങ്കിൽ ഇൻവോൾവ് ചെയ്ത ഒരു പോഡ്കാസ്റ്റ് ആണ് ഈ ഒരു സംഭവം എന്ന് പറയുന്നത്. സോ എന്തായാലും ഇവർ നിർത്തുക എന്ന് പറയുന്നതിൽ നമുക്കും എന്തായാലും സങ്കടമുണ്ട്. അപ്പം ഇങ്ങനൊരു കാര്യം വീഡിയോ ചെയ്ത്, അപ്പം എല്ലാവരുടെയും ഈ കമന്റിൽ വായിച്ചവരുടെയും അതുപോലെ എൻ്റെയൊക്കെ അഭ്യർത്ഥന മാനിച്ച് നിങ്ങൾ വീണ്ടും പോഡ്കാസ്റ്റിൽ വരണം. നല്ല നല്ല പോഡ്കാസ്റ്റുകൾ ഞങ്ങൾക്കും കിട്ടട്ടെ. നിങ്ങളെക്കാട്ടും ഉപരി ഞങ്ങൾക്കും അതിനകത്ത് ഇൻവോൾവ് ചെയ്ത് പോകാൻ പറ്റുന്നതുകൊണ്ടാണ്. അപ്പം നിങ്ങൾ തിരിച്ചു വരുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു വീഡിയോ എൻഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഗൈസ്. അതുവരേക്കും ബൈ.